Radio Library. Radio Library with RJ Radish. ചുറ്റും വെള്ളം പൊങ്ങുന്നു കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ച് പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങൾ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് വെച്ച് കെട്ടി ഒരു ചങ്ങാടം ഉണ്ടാക്കണം. കരപറ്റി കഴിയുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തി കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടത്തിൽ കയറി തീരത്തെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്തൊരു ആനന്ദമുണ്ട്. അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടത്. ഒരു അമ്മ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഈ ഒരു മോട്ടിവേഷൻ സ്റ്റോറി തന്നെയായിരിക്കും. ഈ സ്റ്റോറി ഏതിലേതാണെന്ന് നിങ്ങൾക്കറിയാവോ? കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിലേതാണ്. ഇടുക്കി ജില്ലയിലെ ബാബു എബ്രഹാമിന്റെ ജീവിത കഥയാണ്. ഈ കഥയാണ് ഇന്ന് നമ്മൾ അറിയാനായിട്ട് പോകുന്നത് റേഡിയോ ലൈബ്രറിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ രതീഷ്. എൻ്റെ കൂടെ ഇന്ന് ഈ കമ്പിളികണ്ടത്തെ കൽഭരണികൾ പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് സൗദ പാർവതിയാണ്. സൗദ പാർവതി, നമസ്കാരം. റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു നീറ്റിൽ അനുഭവപ്പെടും. എവിടേക്കോ നമ്മളെ തന്നെ കാണും. ഇത് വായിക്കുന്ന പ്രവാസികൾക്കും അത് അനുഭവപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മുടെ ബാല്യവും നമ്മുടെ കൗമാരവും നമ്മുടെ യൗവനവും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം ഈ പുസ്തകവുമായി വളരെയധികം കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ VD സതീശൻ ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഒരു കമന്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ചങ്കു തുളച്ചു കയറുന്ന ഭാഷയിൽ സ്വന്തം ഹൃദയരക്തം കൊണ്ട് എഴുതിയ പുസ്തകം. നിങ്ങളുടെ മക്കൾക്ക് ഈ പുസ്തകം വാങ്ങിക്കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും മികച്ച സമ്മാനമാകും ഇത്. തീച്ചൂളയിൽ ഉരുകിയെടുത്ത അനുഭവങ്ങളുടെ കത്തുന്ന അക്ഷരങ്ങളുമായി ജീവിതം കുറിച്ച ബാബു എബ്രഹാമിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം. പല അധ്യായങ്ങൾ വായിക്കുമ്പോഴും കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. വായിച്ചു തീർത്തപ്പോഴും കണ്ണീർ തോരുന്നുണ്ടായിരുന്നില്ല. ഇതേ സെയിം അവസ്ഥയാണ് എനിക്കും ഉണ്ടായിരുന്നത്. ഓരോ അധ്യായങ്ങൾ കടന്നു പോകുമ്പോഴും കണ്ണീർ നനവുണ്ടാകും എന്നത് തീർച്ചയാണ്. നന്ദികുന്നേൽ മേരിയുടെയും അബ്രഹാമിന്റെയും മകനായി ജനിച്ച ഇന്ന് ഫ്രാൻസിൽ മാനേജ്മെന്റ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറും സോഷ്യോളജിയിൽ ഗവേഷകനുമായ ബാബു എബ്രഹാം എഴുതിയ ജീവിത നോവുകളാണ് അദ്ദേഹത്തിന്റെ കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം. തനിയെ കുറിച്ച മുഖമൊഴി മുതൽ ഒരു കൃതജ്ഞതാ ബലിയായി ആമേൻ വരെ എത്തി നിൽക്കുന്ന 3 ഭാഗങ്ങളിലായി 36 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. തന്റെ ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം ഈ അധ്യായങ്ങളിലൂടെ അയാൾ വരച്ചു കാട്ടുന്നു. മുഖവുരയിൽ അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു: കമ്പിളികണ്ടത്തെ കൽഭരണികൾ സാധ്യതകളുടെ വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെട്ടവരുടെ ജീവിത കഥയാണ്. നന്മകളോ വിജയങ്ങളോ എന്തിന് പ്രതീക്ഷകൾക്കു തന്നെയോ വകയുമില്ലാതിരുന്ന കമ്പിളികണ്ടത്ത് വക്കുപൊട്ടി ഉപേക്ഷിക്കപ്പെട്ടു കിടക്കുമായിരുന്ന കൽഭരണികളെ തുടർച്ചു വൃത്തിയാക്കി വെള്ളമൊഴിച്ചു വെച്ച ഒരമ്മയുടെ ജീവിതം. കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്റെ മാത്രം ജീവിതകഥയല്ല, ഇതൊരു നാടിന്റെ കഥ കൂടിയാണ്. ഒരു തലമുറയുടെ വിശപ്പിന്റെയും വേദനകളുടെയും അവിടെ നിറഞ്ഞാടിയ വേതാളങ്ങളുടെയും ചരിത്രം. ചികഞ്ഞെടുത്ത ഈ ഓർമ്മകളിൽ എത്തിനോക്കുന്ന ദൈവങ്ങളും അവരെ മുന്നിൽ നിർത്തി അരങ്ങുവാഴുന്ന ഈശ്വരന്മാർ തന്നെയായ മനുഷ്യരുമുണ്ട്. ദുരന്തങ്ങളോ അവയെ ചിലപ്പോഴെങ്കിലുമൊക്കെ സമ്മാനിച്ച അല്പമനുഷ്യരോ ഇന്നെന്നെ വേട്ടയാടുന്നില്ല. കമ്പിളികണ്ടത്തെ കൽഭരണികളിൽ മുന്തിയ ഇനം വീഞ്ഞുണ്ടാക്കാൻ അത്തരം അനുഭവങ്ങളും അത്തരം മനുഷ്യരും എനിക്ക് വേണ്ടിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും എനിക്ക് തന്നതും ചെയ്തു തന്നതുമെല്ലാം നന്മ മാത്രം. നേരിന്റെ മഷി കൊണ്ട് എഴുതിയ പുസ്തകം എന്ന് അവതാരികയിൽ കുറിച്ചിട്ടുണ്ടെങ്കിലും കണ്ണുനീരിൽ ചാലിച്ചെഴുതിയ പുസ്തകം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കടം വീട്ടാൻ കഴിയാതെ ഭാര്യയെയും മക്കളെയും തനിച്ചാക്കി പോയ മദ്യപാനിയായ അച്ഛനും ഒറ്റപ്പെടലും പട്ടിണിയും കടങ്ങളും ജീവിതത്തെ ചുറ്റിവിരിയുമ്പോൾ അമ്മ തന്റെ മക്കളെയും കൂട്ടി ഡാമിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഇടത്തു നിന്നാണ് ഈ ഓർമ്മകളുടെ തീവ്രത നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഈ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്. വയറ് നിറച്ച് ഭക്ഷണം ലഭിക്കുമല്ലോ എന്ന് കരുതി അമ്മ മക്കളെ അനാഥാലയത്തിൽ കൊണ്ടുചെന്നാക്കുന്നു. ഞങ്ങൾ 3 പേരെയും അനാഥശാലയിലാക്കി അമ്മ അന്ന് നടന്നു നീങ്ങിയപ്പോൾ എന്നിലെ കുട്ടിയും കുട്ടിത്തരവും മരിച്ചു തുടങ്ങുകയായിരുന്നു. ഞാവൽപ്പഴങ്ങളും ആനിക്കാവളയും കശുമാങ്ങയും എനിക്ക് അന്യമായി. അമ്മ അകലേക്ക് നടന്നകുന്നത് ഒരു പൊട്ടുപോലെ ആയിത്തീർന്നപ്പോൾ ലോകം തന്നെ ഇല്ലാതായതുപോലെ എനിക്ക് തോന്നി. കാറ്റിൽ പറന്നു കളിച്ച മൺപടലങ്ങളും ഞാനും കടന്നുപോയ അംബാസിഡർ കാറിന്റെ പിന്നാലെ പാഞ്ഞു. പിറകെ പറന്നു വന്ന അപ്പൂപ്പൻ താടി പൂക്കൾ എന്നെ തൊട്ടുരുമി കാറ്റിന്റെ ഗതിക്കൊപ്പം പോയപ്പോൾ അവയെ ഓടിച്ചിട്ടു പിടിക്കാനുള്ള ബാല്യവികാരങ്ങൾ എന്നിൽ അസ്തമിച്ചിരുന്നു. പല നിറത്തിലുള്ള കൊങ്ങിണിപ്പൂക്കൾ അനാഥമന്ദിരത്തിന്റെ തൊടിയിലെ വേലികളിൽ നിറഞ്ഞു നിന്നെങ്കിലും അവ എന്നിൽ ഒരു വികാരവും ഉയർത്തിയില്ല. കറുത്തുമെലിഞ്ഞ പ്രായം എത്രയെന്ന് ഇന്നും എനിക്ക് ഊഹിക്കാനാവാത്ത ഒരു സ്ത്രീ വന്ന് എന്റെ 2 സഹോദരിമാരെ പെൺകുട്ടികളുടെ വാർഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴും ഞാൻ ഒരു മരപ്പാവ് പോലെ നിന്നു. അമ്മയെ ഒന്ന് കാണണമെന്ന ആശ ഉള്ളിൽ തിങ്ങിയെങ്കിലും അത് പുറത്തെത്തിയതുമില്ല. പിന്നെ
പിന്നങ്ങോട്ട് പൂക്കളില്ലാത്ത, സംഗീതമില്ലാത്ത, പുലരിയുടെ ആരവമില്ലാത്ത, പുഞ്ചിരികളില്ലാത്ത 1.25 വർഷം. വാഴച്ചുണ്ടിന്റെ പോള തുറന്ന് അതിന്റെ അലിയിൽ നിന്ന് തേൻ കുടിക്കുന്ന ആ കുട്ടി തുടർന്നു വന്ന 1.25 വർഷക്കാലം എന്നിൽ ഉറങ്ങിക്കിടന്നു. ഒരു കുട്ടി തന്റെ ബാല്യത്തിൽ അനുഭവിക്കേണ്ടി വന്ന നോവുകൾ എത്രത്തോളം വലുതായിരുന്നുവെന്ന് ഈ ഭാഗങ്ങളിലെല്ലാം ബാബു എബ്രഹാം അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അനാഥാലയത്തിലെ സംഭവങ്ങളും കാഴ്ചകളും. ഈ അനാഥാലയത്തിലെ സംഭവവികാസങ്ങളെല്ലാം അമ്മയെ കത്തിലൂടെ അറിയിക്കുകയും അമ്മ കാണാൻ വരുമ്പോൾ അവരോട് പറയുകയും ചെയ്യുന്നതോടെ അമ്മ അനാഥാലയത്തിൽ നിന്ന് തന്റെ കുട്ടികളെ വീടിനടുത്തുള്ള സ്കൂളിലേക്ക് ചേർക്കുകയാണ്. പണമില്ലാത്തതിന്റെ പേരിൽ പുസ്തകം വാങ്ങാൻ കഴിയാത്ത, സ്പെഷ്യൽ ഫീ അടയ്ക്കാൻ പറ്റാത്ത, ആഹാരമില്ലാത്തതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കാതിരുന്ന ബാബുവിനെ നമുക്ക് ആ സ്കൂൾ കാലഘട്ടത്തിൽ കാണാം. 2 ആഴ്ച കഴിഞ്ഞിട്ടും സാമൂഹ്യപാഠം പുസ്തകം വാങ്ങാത്ത ക്ലാസ്സിലെ ഏക ആൾ ഞാനായിരുന്നു. കൂട്ടുകാരുടെ പുസ്തകം നോക്കി ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പുസ്തകമില്ല എന്ന് ടെസി സിസ്റ്റർ മനസ്സിലാക്കി. ഞാൻ പുസ്തകം വീട്ടിൽ വെച്ച് മറന്നതാണ് എന്ന ധാരണയിൽ എന്റെ കൃമികടിയെപ്പറ്റി സിസ്റ്റർ ആവേശത്തോടെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ നീട്ടിക്കൊടുത്ത എന്റെ വലതുകൈയിൽ ചൂരൽ കൊണ്ട് 2 എണ്ണം പൊട്ടിച്ചു. അടുത്ത ഗ്രാമമായ മുക്കുടത്തെ പള്ളിക്കൂടത്തിൽ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 6ാം ക്ലാസ്സിലേക്ക് അവിടുത്തെ കുറെ കുട്ടികളും ഞങ്ങളുടെ പള്ളിക്കൂടത്തിലേക്കാണ് വന്നിരുന്നത്. ക്ലാസ്സിൽ 1ാം സ്ഥാനത്തിന് മത്സരിച്ചിരുന്ന ബിന്ദുവിനും ഷാന്റിക്കും എനിക്കും വലിയ ഭീഷണിയായി അക്കൊല്ലം മുക്കുടം സ്കൂളിൽ നിന്ന് അമ്പിളി എന്നൊരു കുട്ടിയെത്തി. അരക്കെട്ടോളം നീണ്ട മുടിയുണ്ടായിരുന്ന അമ്പിളി അപ്രാവശ്യം ഓണപരീക്ഷയ്ക്ക് 1ാം സ്ഥാനം അടിച്ചെടുത്തു. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഷാന്റിയുടെ മാർക്ക് അമ്പിളിയുടേതുമായി. വലിയ വ്യത്യാസത്തിലായിരുന്നതിനാൽ ബിന്ദുവിനും എനിക്കും ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. ഞങ്ങൾ 3 പേരും കുത്തകയാക്കി വെച്ചിരുന്ന സ്ഥാനം പിടിക്കാൻ പുതിയൊരാൾ കൂടി എത്തിയിരിക്കുന്നു. അമ്പിളിയുടെ വീട് കമ്പിളികണ്ഠം ദേവീക്ഷേത്രത്തിനടുത്തായിരുന്നു. അന്നുച്ചയ്ക്ക് പതിവ് പോലെ ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് അമ്പിളി നുണക്കുഴി വീരിയുന്ന ചിരിയുമായി എന്റെ അടുക്കിലേക്ക് എത്തുന്നത്. ടെസി സിസ്റ്റർ നിന്നോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കഴുകി വൃത്തിയാക്കിയ അവളുടെ ചോറ്റുപാത്രം അടച്ചുവെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ എന്നവണ്ണം അവൾ ആ പാത്രത്തെ അമർത്തിക്കൊണ്ടിരുന്നു. വളരെ ഭവ്യതയോടെ അടക്കിപ്പിടിച്ച സ്വരത്തിൽ അമ്പിളി എന്നോട് അല്പം കൂടി ചേർന്നു വന്ന് പറഞ്ഞു, നമ്മുടെ കൃമിയമ്മച്ചിയെ. അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. അന്നൊന്നും ആരും ഇന്നത്തെ പോലെ താങ്ക്സ് പറഞ്ഞിരുന്നില്ല. ഒന്ന് ചിരിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് അധ്യാപികമാരുടെ ആഫീസിലേക്ക് പോയി. അവിടെ ഒരു മൂലയിലെ കസേരയിൽ എന്തോ വായിക്കുകയായിരുന്ന ടെസി സിസ്റ്റർ എന്നെ കണ്ടപാടെ ഒരു പുസ്തകവുമായി ആഫീസിന് പുറത്തേക്ക് വന്നു. നിനക്ക് പുസ്തകം വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് നിനക്കാ. തൊട്ടടുത്ത ആഫീസിൽ പുസ്തക വിൽപ്പന തുടരുന്നുണ്ടായിരുന്നു. അതിനോട് ചേർന്നുള്ള ലാബ് എന്ന് വിളിച്ചിരുന്ന മുറിയിൽ ചില്ലിട്ട അലമാരയ്ക്കുള്ളിലെ വെളുത്ത അസ്ഥികൂടം അതിന്റെ ഇല്ലാത്ത കണ്ണുകൊണ്ട് ടെസി സിസ്റ്ററിനെയും എന്നെയും തുറിച്ചു നോക്കി. സാമൂഹ്യ പാഠത്തിന്റെ നീളം കൂടിയ പുതിയ പുസ്തകം എനിക്ക് തന്നിട്ട് അവർ എന്റെ പുറത്തൊന്ന് തട്ടി. പിറ്റേന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ മാത്യു സാർ 8 രൂപ വിലയുണ്ടായിരുന്ന കണക്ക് പുസ്തകം ക്ലാസ്സിൽ കൊണ്ടുവന്നു തന്നു. അന്നുച്ചയ്ക്ക് അലസനായി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വത്സമ്മ ടീച്ചർ വന്ന് ബാക്കി പുസ്തകങ്ങൾ മുഴുവനും തന്നു. വത്സമ്മ ടീച്ചർ ആ വർഷം എന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഈ അനുഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചുയർന്നത്. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിരുന്ന എല്ലാ തീവ്രതകളും അദ്ദേഹം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കാൻ പണമില്ലാതെയും ഹോസ്റ്റലിൽ താമസിക്കാൻ കഴിവില്ലാതിരുന്നതും അദ്ദേഹം ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്ന പല കഥാപാത്രങ്ങളും അദ്ദേഹത്തെ എത്രത്തോളം സഹായിച്ചിരുന്നു എന്ന് അദ്ദേഹം നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. ബാബു എബ്രഹാമിന്റെ ജീവിതത്തിലെ പൊള്ളുന്ന ഓരോ ഓർമ്മകളും നമ്മുടെ ഉള്ളിൽ കോരിയിടുന്ന ഒരു തീയുണ്ട്. ഓരോ താളുകൾ മറിയുമ്പോഴും കയ്പ് മാത്രം രുചിച്ചു മധുരം എന്താണെന്ന് വിരളമായി അറിയുന്ന എഴുത്തുകാരൻ നമ്മളെ ജീവിതമാണ് പഠിക്കുന്നത്. പുസ്തകത്തിന്റെ പുറംചട്ടയിൽ പറയുന്നത് പോലെ ആഞ്ഞുകൊത്തുന്ന അനുഭവങ്ങളുടെ പുസ്തകമാണിത്. ഇനി അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. 10ാം ക്ലാസ്സിൽ കയറിയ ഞാൻ പലപ്പോഴും പള്ളിക്കൂടത്തിൽ പോയില്ല. ഒരിക്കലും മടങ്ങി വരാതിരുന്ന അപ്പനോട് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പക എന്നിൽ വളർന്നു. ആ പക അമ്മയിലേക്കും സഹോദരിമാരിലേക്കും ഞാൻ ഏറെ അക്രമാസക്തിയോടെ തുറന്നുവിട്ടു. അമ്മ എനിക്ക് തന്ന അടികൾക്ക് വേദനയില്ലാതായി. എങ്കിലും അലറിക്കരഞ്ഞ ഞാൻ അമ്മയെയും സഹോദരിമാരെയും ലോകം മുഴുവനെ തന്നെയും ശപിച്ചു. പള്ളിക്കൂടത്തിൽ ചെല്ലാത്തത് അമ്മയെ അറിയിച്ച ലില്ലി ടീച്ചറെ ഞാൻ അസഭ്യം പറഞ്ഞു. ആളുകളുടെ നോട്ടത്തിനു പോലും തന്തയില്ലാത്തവൻ എന്ന അർത്ഥമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തി. അപ്പൻ ഉപേക്ഷിച്ചു പോയപ്പോൾ മക്കളെ കൊന്ന് മരിക്കാതിരുന്നതിനും ഞാൻ അമ്മയിൽ കുറ്റം കണ്ടെത്തി. ആളിക്കത്തുന്ന മകന്റെ കൗമാരത്തെ നോക്കി അമ്മ അന്താളിച്ചു നിന്നു. ഒരു വെള്ളിയാഴ്ച പള്ളിക്കൂടത്തിൽ പോകാൻ നിർബന്ധിതനായ ഞാൻ ബോധക്ഷയം നടിച്ച് പള്ളിക്കൂടം വിട്ടു. മകൻ നശിച്ചു പോകുന്നു എന്ന് കണ്ട അമ്മ പ്രതീക്ഷകളെല്ലാം കൈവിട്ടിരിക്കണം. പക്ഷേ അമ്മ കരയാൻ തയ്യാറല്ലായിരുന്നു. സ്വന്തം അച്ഛനെയും മറ്റു കൂടപ്പിറപ്പുകളെ കുറിച്ചും പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് ആ അമ്മയാണ്. അവർ നടത്തുന്ന ജീവിത പോരാട്ടം കെട്ടുകഥകളെ പോലും അതിശയിക്കുന്നതാണ്. കല്ലാർകുട്ടി അണക്കെട്ടിലേക്ക് തന്റെ പറക്കുമുറ്റാത്ത മക്കളെയും കൂട്ടി ആത്മഹത്യക്ക് പോയ ആലംബമറ്റവളല്ല പുസ്തകത്തിൽ പിന്നീട് നമ്മൾ കാണുന്ന അമ്മ. ചിലപ്പോൾ നന്ദികുന്നേൽ മേരിയായും മറ്റു ചിലപ്പോൾ ഹൃദയാലുവായ അമ്മയായും സ്നേഹമയ്യായ ഭാര്യയായും കളനിറഞ്ഞാടുകയാണവർ. ഉപേക്ഷിച്ചുപോയ ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടികളെ അവരുടെ തറവാട്ടിലേക്കും തന്നെ സ്വന്തം വീട്ടിലേക്കും മാറ്റിപ്പാർപ്പിക്കാൻ തുനിയുമ്പോൾ
ഈ ലോകത്തിൽ നിങ്ങളാരും എന്റെയോ എന്റെ മക്കളുടെയോ കാര്യങ്ങൾ തീരുമാനിക്കില്ല എന്ന് നെഞ്ചുറപ്പോടെ പറയുന്ന അമ്മ. അമ്മയെയും മക്കളെയും വേർപിരിക്കാൻ കൂട്ടുനിൽക്കുന്ന അച്ഛനോട് താൻ എവിടുത്തെ അച്ഛനാടോ, ദൈവം ചേർത്തത് തകർക്കാൻ തനിക്കാരാടോ പട്ടം തന്നത് എന്ന് തട്ടിക്കയറുന്ന മേരി. ഒരു വാട്ടത്തേങ്ങ മോഷ്ടിച്ച കുറ്റത്തിന് കൊയ്ത്തരിവാൾ കൊണ്ട് 5 വയസ്സ് മാത്രമുള്ള മകളുടെ വിരലിൽ കൊത്തി മുറിവേൽപ്പിക്കുന്ന അമ്മ. പാറത്തോട്ടത്തിലെ കടയിൽ സിമന്റ് ചാക്ക് ചുമക്കാൻ തടസ്സമുണ്ടാക്കുന്ന യൂണിയൻ നേതാക്കളെ ആണുങ്ങളെപ്പോലെ മുണ്ടുമടക്കിയെടുത്തും മാറിലെ തോർത്തെടുത്ത് തലയിൽ കെട്ടിയും വിരട്ടിയോടിക്കുന്ന മേരി. നമ്മൾ എന്തു ജോലി ചെയ്യുന്നതിനും ഒരു നാണക്കേടുമില്ല, മറ്റുള്ളവരുടെ ഒന്നും മോഷ്ടിക്കാതിരുന്നാൽ മതി എന്ന് മക്കളെ ഉപദേശിക്കുന്ന അമ്മ. ഉപേക്ഷിച്ചുപോയ അച്ഛൻ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന മക്കളോട്, മക്കളെ, അപ്പൻ എങ്ങനെയായാലും അമ്മയ്ക്കപ്പൻ സുന്ദരനാ. പിന്നെ അമ്മയ്ക്ക് നിങ്ങൾ 4 പേരെയും കിട്ടിയത് ഈ അപ്പൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അപ്പനെ സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം എന്ന് തീർത്തു പറഞ്ഞ് ഇക്കാലം അത്രയും തന്നെ ദ്രോഹിച്ച ഭർത്താവിനെ സ്വീകരിക്കുന്ന അമ്മ. ഡൽഹിക്ക് പോകുന്ന മകനോട് ഡൽഹിയിൽ ചെന്നിട്ട് അവിടുത്തെ മലയാളികളെ തേടിപ്പിടിച്ച് അവരുടെ കൂടെ കഴിയാനാണെങ്കിൽ നീ അങ്ങോട്ട് പോകണ്ട, ഡൽഹിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മലയാളികൾ കേരളത്തിലുണ്ട് എന്ന് നിർദ്ദേശിക്കുന്ന അമ്മ. തന്നെ ബാധിച്ച മാരകമായ അസുഖത്തിന് ചികിത്സയ്ക്ക് തയ്യാറാവാതെ രഹസ്യമാക്കി വെക്കുന്ന കുടുംബനാഥ. എഴുതി തീർക്കാനാവാത്ത വിശേഷണങ്ങളോടെ ഈ പുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ബാബു എബ്രഹാമിന്റെ അമ്മയായ മേരി. സ്വന്തം കുട്ടികളെ കരപറ്റിക്കാൻ ചിലർ സമരമൊന്നുമല്ല അവർ നടത്തുന്നത്. തന്റെ ജീവിതവും ജീവനും ആ അമ്മയുടെ സഹനവും ത്യാഗവും ഉണർത്തിത്തന്ന ദാനമാണ് എന്ന് ബാബു പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒന്ന് ഉറപ്പിച്ചു പറയാം, ഇങ്ങനെ ഒരു കഥാപാത്രത്തെ നമ്മൾ ആരും മുന്നേ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഇന്നോളം വായിച്ചിട്ടുള്ള മോട്ടിവേഷൻ സ്റ്റോറികളും അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകളും എല്ലാം നമുക്ക് സുപരിചിതമായ പല വ്യക്തികളുടെയും ആയിരിക്കും. അവരെല്ലാം തരുന്ന മോട്ടിവേഷൻ നമ്മൾ കാണാത്ത ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒട്ടുമറിയത്തില്ലാത്ത ഒരാളെ കുറിച്ചോ ഉള്ള ജീവിത കഥകളായിരിക്കും. എന്നാൽ ബാബു എബ്രഹാമിനെ പോലുള്ള ഒരു എഴുത്തുകാരൻ നമ്മൾ തന്നെയോ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളോ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇദ്ദേഹം തരുന്ന ഒരു ജീവിത വെളിച്ചമുണ്ട്. അത് നമ്മളിൽ പ്രകാശിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നിസ്സാരനാണെന്നും നമ്മുടെ ജീവിതം എത്രത്തോളം ഭംഗിയുള്ളതാണെന്നും നമുക്ക് തോന്നിപ്പോകാം. തികച്ചും പ്രതികൂലമായ ചുറ്റുപാടുകളിൽ വളർന്ന നിർധനനും നിരാലംബനുമായ ഒരു ബാലന് ജീവിതപ്പടവുകൾ കയറാനായത് നിരന്തര ഉത്സാഹത്തോടൊപ്പം ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അമ്മയുടെ വാക്കനുസരിച്ച് കരം പിടിച്ചപ്പോൾ ബാബു തന്റെ പിൻഗാമികൾക്ക് വേണ്ടി വെള്ളത്തിലേക്ക് തള്ളിവിട്ട ചെങ്ങാടമാണ് ഈ പുസ്തകം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. വായിച്ചു തീർത്ത് ഈ പുസ്തകം അടച്ചു വെച്ചാലും ഈ ഓർമ്മകൾ നമ്മളെ കുറെ കാലം കൂടി വേട്ടയാടിക്കൊണ്ടിരിക്കും. വെയിലും മഞ്ഞുമേറ്റ് മഴയുമേറ്റ് ഇതിലെ കഥാപാത്രങ്ങൾ കുറെ കാലം കൂടി നമ്മളോടൊപ്പം ജീവിതം തുടരും. അതാണ് ഈ പുസ്തകത്തിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. തീർച്ചയായിട്ടും മഹാരഥന്മാരുടെ ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ആത്മകഥകൾ അതൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കാനും കേട്ടറിയാനും അതിൽ നിന്നും ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാകാം. പക്ഷെ ഇതിൽ ഓരോ സാധാരണക്കാരനും ഓരോ കഥയുണ്ട്. ബാബു എബ്രഹാമിന് ഒരു കഥയുണ്ട്. ആ കഥ വായിച്ചു കഴിയുമ്പോഴാണ് നമ്മളുടെ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി തരുന്നത്. അല്ലേ, എന്താ പറയാ, നമുക്ക് വഴി കാട്ടിത്തരാൻ ആൾക്കാരുണ്ടാവും, നമ്മൾ അവരുടെ പിന്നാലെ നടക്കുന്നുണ്ടാവും. പക്ഷെ ഇത്രയും ഒരു തീവ്രമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമായിരിക്കും. ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു ഉയർച്ചയുടെ പടവുകൾ എത്രത്തോളം കഠിനമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം ഒന്ന് വായിക്കുക തന്നെ വേണം. ഏത് സാഹചര്യത്തെയും എങ്ങനെ നേരിടണമെന്ന് പറഞ്ഞു തരുന്ന ഒരമ്മ. ആ അമ്മ പറഞ്ഞു തരുന്ന വാക്കുകൾ തന്നെയാണ് നമ്മളെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളെന്ന് ഈ പുസ്തകത്തിൽ ഇത് പറയാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി, ഇത്രയും വ്യത്യസ്തമായ ഒരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയതിൽ. ഇത് വായിക്കാൻ കാത്തിരിക്കുന്നവർക്ക് എന്ത് പ്രതീക്ഷയോടുകൂടി വായിക്കണം? നമ്മൾ പ്രവാസികൾക്ക് കൃത്യമായി മനസ്സിലാവും ഇതിന്റെ ഫീൽ എന്താന്ന്. ഇവിടെ നിൽക്കുന്ന ഓരോ പ്രവാസിയും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് ഇത് വായിച്ചാൽ നമുക്കുള്ളിൽ നിന്ന് അറിയാൻ പറ്റും. എന്തായാലും ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നനഞ്ഞിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇതിൽ ഒരുപാട് നന്ദി സൗദ പാർവതി നമ്മുടെ കൂടെ എത്തിയതിൽ. താങ്ക് യു. ബാബു എബ്രഹാമിന്റെ കഥ നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടത് തന്നെയാണ്. ഒരു സാധാരണക്കാരനായ ഒരാളുടെ കഥ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിൽ തന്നെയാണ് ഈ പുസ്തകം ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വേദിയിൽ വന്നാൽ പോലും സംസാരിക്കുന്നത് ഇതിലെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഇതിലെ ഓരോ കഥകളും പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത്രത്തോളം വലിയൊരു ജീവിത കഥയാണ് ഇടുക്കിയിലെ കമ്പിളി കണ്ടത്ത് ജനിച്ച ബാബു എബ്രഹാമിന് പറയാനുള്ളതും. അപ്പൊ അദ്ദേഹം കടന്നു വന്ന വഴികളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് എത്തിച്ച വഴികൾ ഇതൊക്കെ ഇതിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മളുടെ ഒന്നുമല്ല, ബാബുവിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. എന്തായാലും എല്ലാവരും ഈ ഒരു പുസ്തകം വായിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ ലൈബ്രറിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ഒരു ജീവിത കഥയാണ്, ഓർമ്മക്കുറിപ്പാണ്. എല്ലാവരും വായിക്കുക എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ടത് തൽക്കാലം റേഡിയോ ലൈബ്രറിയിൽ നിന്നും ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്.